And welcome to my channel. Today I am going to teach you continuous function JE part. Okay, it's continuous function. Continuous function. ഓക്കെ, അതിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആകാനുള്ള രണ്ടാമത്തെ കേസസ് ആണ് പറയുന്നത്. ഡിസ്കണ്ടിന്യൂസ് അല്ലേ, കണ്ടിന്യൂസ് ഫങ്ഷൻ. അതിൽ രണ്ടാമത്തെ കേസസ് ആണ് എന്തെന്ന്, രണ്ടാമത്തെ കേസാണ് ഒന്നാമത്തെ കേസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കേസസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റ് ആണ് ആൻഡ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആൻഡ് ആർ ഈക്വൽ, അത് ഈക്വലും ആണ്. പക്ഷെ എന്താണ് കണ്ടീഷൻ, പ്രശ്നം എന്താണ്, ബട്ട് നോട്ട് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് എ ആണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടും എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്, അത് ഈക്വലും ആണ്. പക്ഷേ അത് എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ല. അങ്ങനെയാകുമ്പോൾ എന്താണ്, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കില്ലല്ലോ. എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് ഇത് എഴുതുമ്പോൾ എന്തെഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a minus extends to a minus f of x is equal to limit extends to a പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. അല്ല, അത് രണ്ടും എന്തിനാണ്, ഈക്വൽ ആണ്, ഈക്വൽ ടു എൽ ആണ്. ആൻഡ് എഫ് ഓഫ് എ ഈസ് ഓൾസോ ഡിഫൈൻഡ്, എന്താണ്, അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിഫൈൻഡ്, ബട്ട് എന്താണ്, ബട്ട് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ഈ ലിമിറ്റിന് ഈക്വൽ അല്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം, സോ എന്താണ്, സോ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, രണ്ടും വാല്യൂ കിട്ടുന്നുണ്ട്, രണ്ടും ഈക്വൽ ആണ്, എക്സിസ്റ്റ് ആണ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്, ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ്. അതെന്തായിരിക്കും, ബട്ട് എന്താണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എന്താണ്, ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. അതായത് നമ്മൾ ലിമിറ്റ് കൊടുത്തു, ആർ എച്ച് എല്ലും കൊടുത്തു, എൽ എച്ച് എല്ലും കൊടുത്തു. ആർ എച്ച് എല്ലും എൽ എച്ച് എല്ലും എന്താണ്, ഈക്വൽ ആണ്, രണ്ടും ഒരു എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂസ് ഈക്വൽ ആണ്. പിന്നെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻഡ് ആണ്, പക്ഷേ എന്താണ്, ഈ ലിമിറ്റിന് ഈക്വൽ അല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് പറയും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കണ്ടിന്യൂസ് അല്ല. കാരണം എന്താണ്, എഫ് ഓഫ് എക്ക് അത് ഈക്വൽ അല്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 വെൻ എക്സ് ലെസ് ദെൻ 0 ആൻഡ് 0 when x is equal to 0 and x² + 3 when എന്താണ്, when x greater than 0. Discuss the continuity അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ നമുക്ക് എന്ത് കിട്ടണം, ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുത്തു, നമുക്കിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 തന്നിട്ടുണ്ട്. എപ്പോഴാണ്, വെൻ എക്സ് ലെസ് ദെൻ 0 ആയിരിക്കുമ്പം 0 ആണ്. എപ്പോഴെന്താണ്, എഫ് ഓഫ് എക്സ് 0 ആണ്. എപ്പോഴാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ. പിന്നെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, x² + 3 ആണ്. വെൻ എന്താണ്, വെൻ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം നമ്മളതിൻ്റെ ഇക്വേഷൻ ഇത് കൊടുക്കുകയാണ്, ആർ എച്ച് എൽ എടുക്കുകയാണ്. ആർ എച്ച് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എച്ച് എൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 + h കൊടുത്തു അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കൊടുത്തു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിന് പകരം 0 പ്ലസ് എച്ച് എന്ന് കൊടുത്തു. അപ്പം നമുക്കറിയാം 0 എക്സ് ആർ എച്ച് എൽ 0 പ്ലസ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദൻ എക്സ് ഗ്രേറ്റർ ദൻ 0 ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തെടുക്കും, x² + h എന്നുള്ള ഇത് x² + 3 എന്നുള്ള വാല്യൂ എടുക്കും. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇവിടെ
RHL അല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ത് വരും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മളെന്ത് കൊടുക്കുകയാണ്, എഫ് ഓഫ് എക്സിന് പകരം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിന് പകരം 0 പ്ലസ് എച്ച് ഇടല്ലേ, അതൊന്നുകൂടെ എഴുതിപ്പോയി. അപ്പം നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്നാണ് വരിക, കാരണം എക്സിന് പകരം 0 പ്ലസ് എച്ച് എടുത്തല്ലോ. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കൊടുക്കുന്നത്, ഈ വാല്യൂ അല്ലേ, കാരണം ഗ്രേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എച്ച് ആണ്, 0 പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്ന് വന്നു. അപ്പോൾ എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം 0 ആയിപ്പോൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 3 എന്നുള്ള വാല്യൂ കിട്ടി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 3 എന്നുള്ള വാല്യൂ കിട്ടി. എഗെയിൻ നമ്മൾ LHL എടുക്കുകയാണെങ്കിൽ LHL എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, LHL അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 അപ്പം നമ്മൾ എന്ത് കൊടുക്കും, ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് എച്ച് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്കെന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കുകയാണ്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് എന്ന് വന്നു. അവിടെ എന്താണ് നെഗറ്റീവ് വാല്യൂ, അതായത് ചെറിയതാണ്, എക്സിനേക്കാളും 0നേക്കാളും ചെറുത് നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ 2x + 3 ആണ് എക്സിന് കൊടുക്കേണ്ടത്, എഫ് ഓഫ് എക്സിന് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്തു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ച് അല്ലേ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 3 ആണ്, 2 × 0 മൈനസ് എച്ച് പ്ലസ് 3 എന്ന് വന്നു അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്താണ് മൈനസ് അന്നേരം എന്ത് കിട്ടും, 2 × 0 മൈനസ് എച്ച് പ്ലസ് 3 എന്നാണ് വരുന്നത്. അപ്പം ഇവിടെ എന്ത് വരും, 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം 0 ആയിപ്പോൾ. അപ്പം നമുക്ക് എന്താ കിട്ടുക, 0 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്, 3 ആണ് കിട്ടിയത് അല്ലേ. ഈ ഭാഗം 0 ആയി പോവുമല്ലോ, അപ്പോൾ 3 എന്ന് കിട്ടി. ഇനി നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് 0 ഇതിന് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ എന്ത് കിട്ടും, അവിടെ 0 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്, RHL ഈക്വൽ ടു LHL ആണ്, 2 എക്സിസ്റ്റ് ആണ്, 2 ഈക്വൽ ആണ്. പക്ഷെ എന്താണ്, അത് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് അല്ല, എഫ് ഓഫ് 0 ആണ്. അപ്പം അപ്പോൾ നമുക്കെന്ത് കൊടുക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ആണ്, ഇതിന് ഈക്വൽ ടു 3 ആണ്. പക്ഷേ അത് നോട്ട് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് 0 ആണ്, കാരണം എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, മറ്റേ രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ കേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്തു അല്ലേ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആണ് ആൻഡ് ഈക്വലും ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ. സോ എന്താണ്, ദസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത കേസ് നമുക്ക് അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.